വീഡിയോ കണ്ടിട്ടാണ് കരയണത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ മാത്രമല്ല കൊച്ചു പിള്ളേരും എത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നുവെന്ന്, മറ്റുള്ളവരുടെ വേദന അവരെന്തുമാത്രം അവരിൽ വേദന ഉണ്ടാക്കുന്നുവെന്നും, മാനസികമായിട്ടുള്ള വേദന അറിയാനുള്ള പ്രായം അവരായില്ല, എന്നാലും ശാരീരികമായിട്ടുള്ള വേദന ഉണ്ടായപ്പോൾ എന്തുമാത്രം പ്രയാസം അവരിൽ വന്നെന്ന് എനിക്ക് മനസ്സിലായി. അതുകൂടാതെ അച്ഛൻ എല്ലാം കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയപ്പം ഇതുവരെ ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പറയുമ്പോൾ വലിയ രീതിയിൽ മുട്ടുകുത്തി ഒന്നും അവർ പ്രാർത്ഥിക്കില്ല, പറഞ്ഞാലും ഇവിടെ നോക്കി അങ്ങനെ ഇരിക്കും. പക്ഷേ അതായപ്പോൾ വേറെ ഒരു ക്ലാസ്സിലേക്ക് അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ക്ലാസ്സിലെ പിള്ളേർ മാത്രം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എല്ലാവരും അവിടെ ഇരുന്ന സ്ഥലത്താണ് തലവണയ്ക്ക് പ്രാർത്ഥിച്ചത്. പക്ഷെ അവർ ഇരിക്കുന്ന കണ്ടിട്ട് ഞാനും താഴെ ഇറങ്ങിയിരുന്ന് പ്രാർത്ഥിച്ചു. മുട്ടുകുത്തി കണ്ണടച്ച് കൈ നോക്കി പ്രാർത്ഥിക്കും. എനിക്കൊരു വലിയൊരു അതിശയമാണ് ഉണ്ടായത്. അതുകൂടാതെ പാപങ്ങൾ എഴുതി ഇവിടെ ഒരു മെഴുതിരി വെച്ചേക്കും, അതിൽ കത്തിച്ചിടുക എന്ന് പറഞ്ഞു. ഞാൻ അതിനൊക്കെ 2 പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് പേപ്പറിൽ എഴുതണം. പക്ഷേ ടീച്ചർ എഴുതാന്ന് പറയും. ഞാൻ ശരി നിങ്ങൾ പാപം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ഞാൻ എഴുതരാന്ന്. എല്ലാവരും പറഞ്ഞത് അനുസരണക്കേട്, അമ്മ പറഞ്ഞ കേൾക്കില്ല, പറഞ്ഞ കേൾക്കില്ല, അങ്ങനെ ഒരു അനുസരണക്കേട്. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പേന വാങ്ങിച്ച് അവർ എക്സ്ട്രാ പോയിന്റുകൾ എന്താണ് അവരിലുള്ള പാവം വീണ്ടും അവർ എഴുതുകയുണ്ടായി. പിന്നെ വന്ന് തീയിൽ തെളിപ്പിച്ച് കളഞ്ഞു. അത്രത്തോളം എനിക്കൊരു അതിശയം